students, welcome to this video. In this one, we are going to discuss about the runtime initialization of two-dimensional arrays in the programming language C. നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോസിൽ കണ്ടതാണ് വൺ ഡയമെൻഷണൽ അറേസിലോട്ട് എങ്ങനെയാണ് റൺ ടൈമായിട്ട് നമുക്ക് ഇനീഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഫോർ ലൂപ്പും സ്കാനഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും കൂടെ വെച്ചിട്ടായിരുന്നു വാല്യൂസ് റൺ ടൈം ഇനീഷ്യലൈസ് ചെയ്തിരുന്നത്. ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ അറേയുടെ ഓരോ ഇൻഡെക്സ് പൊസിഷനും നമ്മൾ ആക്സസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ അറേയുടെ പേര് എ ആണ്, അതിൻ്റെ സൈസ് 3 ആണെന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പ് വെച്ചിട്ട് എ ഓഫ് 0, എ ഓഫ് 1, എ ഓഫ് 2 അങ്ങനെ ഓരോ ഇൻഡെക്സ് പൊസിഷനും ആക്സസ് ചെയ്ത് അതിലോട്ടാണ് വാല്യൂസ് സ്റ്റോർ ചെയ്തിരുന്നത്. ഈ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് സ്കാനഫ് എന്ന് പറയുന്ന ഇൻപുട്ട് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ടു ഡയമെൻഷണൽ അറേനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് 2 ഇൻഡെക്സ് വാല്യൂസ് അതിനകത്ത് വരുന്നുണ്ട്. സപ്പോസ് അറേയുടെ ഡിക്ലറേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, 4, 5. As you can see here, the name of the array is A and its data type is int. That means we are expecting integer type elements into this array, and the array will have 4 rows ഉണ്ടായിരിക്കും. അതായത് ഈ റോയുടെ ഇൻഡെക്സ് വാല്യൂസ് എങ്ങനെയായിരിക്കും വരിക? റോയുടെ ഇൻഡെക്സ് വാല്യൂസ് വരുന്നത് 0, 1, 2, 3. ഇനി കോളത്തിൻ്റെ ഇൻഡെക്സ് വാല്യൂസ് വരുന്നത് 0, 1, 2, 3, 4. അപ്പോൾ ഇങ്ങനെ ഒരു ടു ഡയമെൻഷണൽ അറേ ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് ദിസ് അറേ വിൽ ഹാവ് 4 rows and 5 columns. ഓക്കെ, അതായത് ഇത് ഒന്നാമത്തെ റോയുടെ ഇൻഡെക്സ് വാല്യൂ A0 എന്തോ ആയിക്കോട്ടെ, റോ 0, റോ 1, റോ 2, റോ 3 ഇങ്ങനെ 4 റോ ഉണ്ടായിരിക്കും. ഇത് 0th കോളം, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ്, ഇത് 4. ഇങ്ങനെ 5 കോളംസ് ആണ് ടോട്ടലി ഈ ഒരു അറേക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ 2 ഇൻഡെക്സ് വാല്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വൺ ഡയമെൻഷണൽ അറേയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, അവിടെ ഒരു ഇൻഡെക്സ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോർ ലൂപ്പ് വേണ്ടി വന്നു. ഇവിടെ 2 ഇൻഡെക്സ് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 2 ഫോർ ലൂപ്പ് ആവശ്യമാണ്. പ്ലസ് സ്കാനഫ് ഫംഗ്ഷനും കൂടെ ഈ റൺ ടൈം ഇനീഷ്യലൈസേഷന് ആവശ്യമാണ്. അതിൽ ഒരു ഇൻഡെക്സ് വാല്യൂ റോയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അടുത്ത ഇൻഡെക്സ് വാല്യൂ കോളത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സാധാരണ രീതിയിൽ നമ്മൾ എല്ലാ എക്സാമ്പിളിലും സിൻടാക്സ് ഒക്കെ പറയുമ്പോൾ റോയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് വാല്യൂവിനെ ഐ ആയിട്ടും കോളത്തിൻ്റെ ഇൻഡെക്സ് വാല്യൂവിനെ ജെ ആയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് ഇതിൽ ഈ ഒരു അറേക്കകത്ത് ഏത് ഓർഡറിലായിരിക്കും നമ്മൾ എലമെൻസിനെ എൻ്റർ ചെയ്യുന്നത്? ആദ്യം 0th റോ നമ്മൾ എടുക്കുന്നു അല്ലേ. 0th റോയിലെ 0th കോളത്തിലത്തെ എലമെൻറ്റ് ഏറ്റവും ആദ്യം നമ്മൾ എൻ്റർ ചെയ്യും. അതിനുശേഷം 0th റോയിലെ ഒന്നാമത്തെ കോളത്തിലത്തെ എലമെൻറ്റ് നമ്മൾ എൻ്റർ ചെയ്യും. അതിനുശേഷം സെയിം റോയിലെ തന്നെ അല്ലേ, ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത റോയിലോട്ട് നമ്മൾ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാദ്യം ഫില്ല് ചെയ്യും, 0th റോയിലെ സെക്കൻഡ് കോളത്തിലത്തെ എലമെൻറ്റ്, പിന്നെ ഇത് ഇങ്ങനെ ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ഫില്ല് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ ടോട്ടൽ 20 എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. 20 എലമെൻറ്റ്സ് എങ്ങനെയാണ് വന്നത്? നമുക്കത് ഏറ്റവും ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. റോ സൈസ് ഇൻറ്റു കോളം സൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അറേയിൽ പോസിബിൾ ആവുന്ന മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് റോ ആണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ആ റോയിലെ എല്ലാ കോളംസും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത റോയിലോട്ട് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, 2 ഫോർ ലൂപ്പ് ആവശ്യമാണ്. 4 i = 0, i less than റോ സൈസ് അല്ലേ. ഐ എന്ന് പറയുന്നത് റോയിൻ്റെ ഇൻഡെക്സ് ആണ്. സോ ഇൻഡെക്സ് നമ്പർ ഷുഡ് ബി ലെസ് ദാൻ ദ സൈസ് ഓഫ് ദ അറേ അല്ലേ. റോ സൈസിനേക്കാളും കുറവായിരിക്കും. ഇവിടെ റോ സൈസ് എത്രയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, 4 ആണ്. ദെൻ i++. ഇനി കോളത്തിന് വേണ്ടി മറ്റൊരു ഫോർ ലൂപ്പ്, അതൊരു നെസ്റ്റഡ് ഫോർ ലൂപ്പാണ്. j ലെസ് ദാൻ, കോളത്തിൻ്റെ സൈസ് 5 ആണ്, j++. ഇനി എന്ത് ചെയ്യുന്നു? സ്കാനഫ് %d,
ആംപർസെൻറ്റ് എ ഓഫ് ഐ ജെ. ഇങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് റീഡ് ചെയ്യുന്നത്. റീഡിങ് ഡാറ്റ ഇൻ ടു എ 2-dimensional array. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു, ആദ്യം R0 നമ്മൾ എൻ്റർ ചെയ്യും. ഈ R0 C0, അതായത് ഒന്നാമത്തെ കോളം C1, C2, C3, C4. ഈ C4 വരെ എത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു, R1 നമ്മൾ മൂവ് ചെയ്യുള്ളൂ അല്ലേ. R0 C0, C1, C2, C3, C4 4 കോളംസും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം R1 കടക്കും. അതിൽ എന്ത് ചെയ്യുന്നു, C0, C1, C2, C3, C4 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം R2 കടക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ എക്സിക്യൂഷൻ പോകുന്നത്. നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം I എന്ന് പറയുന്ന വേരിയബിൾ 0 ആക്കി ഇനീഷ്യലൈസ് ചെയ്തു. I ഇൻഡിക്കേറ്റ്സ് റോ അല്ലേ, റോയിനെയാണ് I ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഐയുടെ വാല്യൂ 0 ആയിട്ട് വെച്ചു. ഇനി I <4 ആണോ അല്ലെ, ഇൻഡെക്സ് നമ്പർ സൈസിനേക്കാളും ചെറുതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സോ I is <4. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇന്നർ ലൂപ്പിലോട്ട് കടക്കുന്നു. ഈ രണ്ടാമത്തെ ഫോർ ലൂപ്പ് കോളത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ J = 0, J <5. ഈ 5 എന്ന് പറയുന്നത് എന്താ, J കോളം ഇൻഡെക്സിനെയല്ലേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കോളത്തിൻ്റെ സൈസാണ് J എന്ന് പറയുന്നത്, 5 എന്ന് പറയുന്നത്. സോ ഇൻഡെക്സ് ഷുഡ് ബി <, ദ സൈസ് ഓഫ് ദ കോളം അല്ലേ. അപ്പോൾ J <5 ആണോ, ആണ് അല്ലേ. 0 <5 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, സ്കാനപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് A ഓഫ് I Jയിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്, 0. Jയുടെ വാല്യൂ എത്രയാണ്, 0. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ടാണ് ആദ്യത്തെ വാല്യൂ അസൈൻ ചെയ്യുക. ഇനി എന്താ ഉണ്ടാവുക, ഇതിപ്പോൾ ഇന്നർ ലൂപ്പിലല്ലേ നമ്മൾ കിടക്കുന്നത്. ഈ ഇന്നർ ലൂപ്പിൻ്റെ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ J++ ആണ് അവിടെ ചെയ്യുക. J++ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പോൾ Jയുടെ വാല്യൂ എത്രയായി, 0 എന്നുള്ളത് 1 ആയി മാറി. വീണ്ടും 1 <5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, A ഓഫ് I Jയിലോട്ട് എൻ്റർ ചെയ്യുന്നു. ഇപ്പോഴത്തെ A ഓഫ് I J എന്താണ്, A ഓഫ് ഐയുടെ വാല്യൂ മാറിയിട്ടില്ല. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, R0 0th റോയിലെ ഒന്നാമത്തെ കോളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 0th റോയിലെ തന്നെ രണ്ടാമത്തെ കോളം C1 അതാണ് ഫില്ല് ചെയ്യുന്നത്. കണ്ടോ, 0th റോയിലെ തന്നെ ഇപ്പോൾ Jയുടെ വാല്യൂ എത്രയാ, 1. ഈ എലമെൻ്റ് ആണ് നമ്മൾ ഫില്ല് ചെയ്യുക. ഇനി വീണ്ടും J ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ J 2 ആവും. 2 is <5 ആണ്. സോ എഗെയിൻ സ്കാനഫ് വെച്ചിട്ട് അപ്പോൾ ഏത് വാല്യൂയിലേക്കായിരിക്കും എൻ്റർ ചെയ്യുക, 0, 2 അല്ലേ. Jയുടെ വാല്യൂ 2 ആണ് അല്ലേ. ഇതിലോട്ട് അടുത്ത വാല്യൂ മൂന്നാമത്തെ വാല്യൂ അസൈൻ ചെയ്യും. വീണ്ടും J ഇൻക്രിമെൻ്റ് ചെയ്ത് 3 ആവുന്നു. എഗെയിൻ 3 is <5. എഗെയിൻ നമ്മൾ A ഓഫ് 0 3 നമ്മൾ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്തു, 4 ആയി. 4 is <5. അപ്പോൾ A ഓഫ് 0 4 നമ്മൾ എൻ്റർ ചെയ്യുന്നു. J വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്തു. അപ്പോൾ J 5 ആയി. ലുക്ക് അറ്റ് ഹിയർ, 5 <5 എന്ന് പറയുന്ന കണ്ടീഷൻ വന്നു. സോ ദ കണ്ടീഷൻ ഇസ് ഫാൾസ് അല്ലേ. അപ്പോൾ ഈ ഒരു ഇന്നർ ലൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്ത് ഈ ഔട്ടർ ലൂപ്പിലോട്ട് പോകും. ഔട്ടർ ലൂപ്പിലോട്ട് എന്താ നമ്മൾ പോകുന്നത്, ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഐയുടെ വാല്യൂ 0 എന്നുള്ളത് മാറി 1 ആവും. ഓക്കെ, ഐയുടെ വാല്യൂ 0 എന്നുള്ളത് മാറി 1 ആയി കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. I <4 ആണോ, ഇവിടെ നോക്കുമ്പോൾ ഐയുടെ വാല്യൂ 1 അല്ലേ. 1 is <4. സോ എഗെയിൻ നമ്മൾ ഇന്നർ ലൂപ്പിലോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്, ഇപ്പോൾ നോക്കിക്കേ, 0th റോയിൽ, അതായത് ഈ റോയിലെ 1 2 3 4 എല്ലാ കോളത്തിലും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ഇനി ഏത് ഇനീഷ്യലൈസേഷൻ വന്നാലും A ഓഫ് 1 അല്ലേ, അതിൽ Jയുടെ വാല്യൂ മാറി മാറി വരും. J0, A ഓഫ് 1 ഓഫ് 1, A ഓഫ് 1 ഓഫ് 2, A ഓഫ് 1 ഓഫ് 3, A ഓഫ് 1 ഓഫ് 4 അങ്ങനെ വരും അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം വർക്കിംഗ് തന്നെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതായത് ആദ്യം ഈ റോയിലെ എല്ലാ കോളംസും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഔട്ടർ ലൂപ്പിലോട്ട് കടക്കുന്നു. ഔട്ടർ ലൂപ്പിലോട്ട് കടക്കുമ്പോൾ ഏറ്റവും ആദ്യം ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. I
റോ സൈസ് ആണോ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പെർട്ടിക്കുലർ റോയിലേക്ക് എല്ലാ എലമെൻസിനെയും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ റോയുടെ സൈസ് ഈ j<5 എന്ന് പറയുന്ന കണ്ടീഷൻ തെറ്റുമ്പോൾ വീണ്ടും നമ്മൾ അടുത്ത റോയിലോട്ട് കൊടുക്കും. അപ്പോൾ R2ലെ ഓരോ കോളത്തിലും എൻ്റർ ചെയ്യും. അതിനുശേഷം R3യിൽ അങ്ങനെ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. എവിടെ വരെ? i<4, അതായത് ഐയുടെ വാല്യൂ ലാസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്ത് 2 ആവും, 3 ആവും, 4 ആയി കഴിഞ്ഞാൽ, അതായത് R3 എന്ന് പറയുന്ന അറേയിലെ എല്ലാ എലമെൻസും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ i++ ചെയ്യുമ്പോൾ R3 മാറി അത് R4 ആവും അല്ലേ? ഐയുടെ വാല്യൂ 4 ആവും. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഇങ്ങനെയാണ് ഒരു അറേക്കകത്തോട്ട് എലമെൻസിനെ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഒരു 2 ഡയമെൻഷണൽ അറേയിൽ നമ്മൾ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിപ്പോൾ റീഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. പ്രിൻറ്റ് ചെയ്യാനായിട്ട് വേറൊരു വ്യത്യാസവും ഇല്ല. എന്താണ്? ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ സെയിം ആണ്. പക്ഷേ സ്കാൻഎഫിന് പകരം നമ്മൾ പ്രിൻ്റ്എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. ആംപർസാൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമുക്ക് വേണ്ട, A(ij). ബാക്കി എല്ലാം സെയിം തന്നെയാണ് അല്ലേ? ഇവിടെ ആ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിലോട്ട് വാല്യൂസ് എടുത്തു വയ്ക്കുകയായിരുന്നു സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട്. ഇവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താ വേണ്ടത്? ആ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ, ഇപ്പോൾ A(0,0) ആണെങ്കിൽ അതിലത്തെ എലമെൻറ്റിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കലാണ്. സോ നമ്മൾ പ്രിൻ്റ്എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു 2 ഡയമെൻഷണൽ അറേക്കകത്തോട്ട് എലമെൻസിനെ എൻ്റർ ചെയ്യുന്നതും 2 ഡയമെൻഷണൽ അറേയിലത്തെ ഓരോ പൊസിഷൻസിലെ എലമെൻസിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നതും. ഓക്കെ, താങ്ക് യു.